കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. സത്യപ്രതിജ്ഞ ചെയ്ത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അധികാരമേറ്റു. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി നരേന്ദ്രമോദിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. കേരളത്തിനെ പ്രതിനിധികളായി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. രണ്ടുപേരും സഹമന്ത്രിമാരുടെ വിഭാഗത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 52ാമനായി എത്തിയ സുരേഷ് ഗോപി ഇംഗ്ലീഷിൽ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 71ാമതായാണ് ജോർജ് കുര്യൻ സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രധാനമന്ത്രിയെ കൂടാതെ 30 ക്യാബിനറ്റ് മന്ത്രിമാരാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. 5 പേർക്ക് സ്വതന്ത്ര ചുമതലയാണ്. 36 പേർക്ക് മന്ത്രിമാർ. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തിരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ ആളാണ് നരേന്ദ്രമോദി. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാവിലെ തന്നെ മോദി രാജ്ഘട്ടിലും യുദ്ധസ്മാരകവും അടൽജിയുടെ സ്മൃതി മന്ദിരവും സന്ദർശിച്ചാണ് മൂന്നാം തവണയും സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. ദാമോദർ നരേന്ദ്രമോദിയെ രാഷ്ട്രപതി 7:23 സത്യപ്രതിജ്ഞയ്ക്കായി വിളിച്ചത്. ദൈവനാമത്തിൽ ഹിന്ദിയിലാണ് മോദി സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യവാചകം കഴിഞ്ഞപ്പോൾ സദസ്സിൽ കരഘോഷം ഉയർന്നു. മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗ് രണ്ടാമതായും അമിത്ഷാ മൂന്നാമനും നിതിൻ ഗഡ്കരി നാലാമതും അതിനുശേഷം പാർട്ടി അധ്യക്ഷൻ JP നദ്ദയും മന്ത്രിസഭയിലെത്തി. രാഷ്ട്രതലവന്മാരും NDA നേതാക്കളും മറ്റ് വിശിഷ്ട അതിഥികളടക്കം 8000-ഓളം പേർ രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയിരുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ചലച്ചിത്ര താരങ്ങളായ ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാർ, രജനീകാന്ത്, മുകേഷ് അംബാനി, ആനന്ദ് അംബാനി ഉൾപ്പെടെ 8000-ൽ പരം പേരാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ കക്ഷികൾ ആരും തന്നെ ചടങ്ങിൽ എത്തിയിരുന്നില്ല. NCP മന്ത്രിസഭയിൽ അംഗമാകാതെ വിട്ടുനിന്നത് വാർത്തയായി. അടുത്ത 5 കൊല്ലവും മോദിയുടെ മൂന്നാം ഊഴം ഭരണമായിരിക്കും ഇന്ത്യയിൽ നടക്കുക. 2014-ലും 2019-ലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയാണ് അധികാരമേറ്റതെങ്കിൽ ഇത്തവണ കൂട്ടുമന്ത്രിസഭയാണ്. അടുത്ത 5 കൊല്ലം രാജ്യത്തെ നയിക്കാൻ മോദിക്ക് സമവായം കൂടിയാലോചനയും പ്രധാനമാകും. സഖ്യകക്ഷികളുമായി തർക്കങ്ങളില്ലാതെ മന്ത്രിസഭാ രൂപീകരണത്തിന് മുന്നോടിയായി ദേശീയ ജനാധിപത്യ സഖ്യം NDA യോഗത്തിൽ പറഞ്ഞത് ഇതോടെ മോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിൽ സർക്കാർ എന്ന മുൻഗണന എന്തായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. മുതിർന്ന നേതാക്കളായ ശിവരാജ് സിംഗ് ചൗഹാനും മനോഹർലാൽ ഖട്ടറിനെയും മന്ത്രിസഭയിൽ പ്രമുഖ ഇടങ്ങളിൽ ഉൾപ്പെടുത്തി. മോദിക്ക് ശേഷം അമിത്ഷാ എന്നത് പ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും രാജ്നാഥ് സിംഗ് ആയിരുന്നു രണ്ടാമൻ. പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് വേണ്ടി സഖ്യകക്ഷി നേതാക്കളായ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും സമ്മർദ്ദവും ശ്രമവും നടത്തിയെങ്കിലും പലരും കരുതിയെങ്കിലും മോദി ഉദ്ദേശിച്ചത് നടപ്പിലാക്കി. അവരെയെല്ലാം ഒതുക്കി കൂടെ നിർത്താൻ കഴിഞ്ഞു. ആരെയെല്ലാം ഒഴിവാക്കണം, ആരെയെല്ലാം ഉൾപ്പെടുത്തണം എന്നത് കൃത്യമായി നിർവഹിച്ചു എന്ന് വേണം കരുതാൻ. മത്സരിച്ച് തോറ്റവരെ ഒഴിവാക്കുന്ന മാനദണ്ഡം പാലിച്ചതായി അറിയുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ ചില വാർത്തകൾ വന്നുവെങ്കിലും പിന്നീട് ട്വിറ്റർ പിൻവലിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയുള്ള 5 കൊല്ലം കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ തേരോട്ടമായിരിക്കും രാജ്യത്ത്. കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ലക്ഷ്യമിട്ട് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വ മാറ്റവും ലക്ഷ്യമിടുന്നു. ലോക്സഭയിലേക്ക് BJPയുടെ ഒരു പ്രതിനിധിയെ അയച്ച കേരളത്തിൽ 2 മന്ത്രിമാർ നൽകുകയാണ് ദേശീയ നേതൃത്വം ചെയ്തത്. അതും ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നത് തികച്ചും സർപ്രൈസ് തന്നെയായിരുന്നു. ദീർഘകാലമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താൻ ശ്രമം നടത്തി വന്നിരുന്നു. ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനത്തോടെ അത് സാധ്യമാകുമെന്ന് ദേശീയ നേതൃത്വം കരുതുന്നു. ഇതിന്റെ പ്രതിഫലനം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും പ്രതീക്ഷിക്കാവുമെന്നാണ് അവർ കരുതുന്നത്. K. സുരേന്ദ്രൻ ഒഴികെ എല്ലാവരും മികച്ച നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെങ്കിലും
ശോഭാ സുരേന്ദ്രന് ആണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. വയനാടിൻ്റെ പേര് പറഞ്ഞ് ഗണപതി വട്ടം പേര് മാറ്റാൻ ശ്രമിച്ചിട്ടും സ്മൃതി ഇറാനിയെ വയനാട്ടിൽ എത്തിച്ച് രാഹുലിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും സുരേന്ദ്രനെ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടുവെന്നാണ് വയനാടുകാർ പറയുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രന് വയനാട്ടിൽ കെട്ടിവെച്ച കാശ് നഷ്ടമായി. അതേസമയം അവഗണനയും അവസാനം വരെ സ്ഥാനാർത്ഥിയാക്കാതെ നേതാക്കളുടെ സഹായമില്ലാതെയും തന്നെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത് ജനങ്ങളെ അമ്പരപ്പിച്ചു. രമേശ് ചെന്നിത്തലയുടെ തട്ടകത്തിൽ വരെ കടന്നു കയറാൻ അവർക്ക് സാധിച്ചു. അനിൽ ആന്റണിക്ക് മന്ത്രിസ്ഥാനം ഇല്ല. സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനാണ്. ബി.ജെ.പിയുടെ ദേശീയ ഉപാധ്യക്ഷനായിരുന്ന സംസ്ഥാന ഉപാധ്യക്ഷ പദവിയും അലങ്കരിച്ച ജോർജ് കുര്യനാണ് മന്ത്രിസ്ഥാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറണമെന്ന് CPI. ഇത് കേരളത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ്. അതാണ് ഈ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. സ്ഥിരം സരം മോശമാവുമ്പോൾ പാട്ട് നിർത്തുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ തിരിച്ചടിയുണ്ടാകും. ബംഗാളും ത്രിപുരയിൽ സംഭവിച്ചത് ആവർത്തിക്കാൻ ഇവിടെയും ഇടവരുമെന്ന് LDFിലെ ഭൂരിപക്ഷം പേരും രഹസ്യമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പിണറായിയെ ചിലർ സുഖിപ്പിച്ചും പുകഴ്ത്തിയും ഇല്ലാതാക്കുകയാണ് യഥാർത്ഥമായി ചെയ്യുന്നതെന്നാണ് അവരുടെ ഭാഷ്യം.